ഹലോ, വെൽക്കം ടു സേഫ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിവ്യൂവും ഒരുപാട് പേര് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്ന റിവ്യൂ ചെയ്യാനൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്റെ കാസ്റ്റ് അയൺ പോട്ട്സ് ആൻഡ് പാൻസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഞാനൊരു എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷമാണ് കാസ്റ്റ് അയൺ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. പക്ഷെ ഞാൻ കാസ്റ്റ് അയൺ വാങ്ങുന്നതിന്റെ മുന്നേ ഇതിന്റെ യൂസിങ്ങും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു രൂപം വരുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇത് വാങ്ങി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം പറ്റിയ ചില അബദ്ധങ്ങൾ കാരണം പിന്നെയും അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടൊക്കെ യൂസ് ചെയ്ത് ഇപ്പം ഏകദേശം കുറച്ചൊക്കെ അറിയാം ഇതിനെ കുറിച്ച്. അപ്പൊ അതൊക്കെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കമന്റ്സിലൂടെയും മെസ്സേജിലൂടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ലിങ്ക് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ്. അപ്പൊ ഞാൻ എന്ന് പറയാൻ പോകുന്ന എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ കാസ്റ്റ് അയൺ പാൻസ് വാങ്ങിയത് തൊട്ടിട്ട് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് വരെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊരു ഓർഡറിൽ പോവാം. കാസ്റ്റ് അയൺ പാൻസ് ഞാൻ വാങ്ങി, ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ, അങ്ങനെ നമുക്കൊരു ഓർഡറിൽ പോവാം. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് ടോട്ടൽ 4 എണ്ണം ഉണ്ട്. ഒന്നൊരു കുഞ്ഞ് സ്കില്ലറ്റ് ആണ് ഞാൻ ഡൈസോന്ന് വാങ്ങിയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വീഡിയോസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു വലിയ സ്കില്ലറ്റും ഒരു കടായും ഒരു ദോശത്തവയാണ് ഉള്ളത്. ഇത് മൂന്നും എനിക്ക് ആമസോൺ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നാട്ടിലേക്ക് ഞാൻ അത് ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് പിന്നെ തൃശ്ശൂർക്ക് പിന്നെ ഉമ്മയും ഉപ്പയും വന്നപ്പം കൊണ്ടുവന്നതാണ് ഈ ഒരു 3 പാൻസും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് റോക്ക് തവ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഞാൻ ഈ ബ്രാൻഡ് എടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ഏത് ബ്രാൻഡാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ. എനിക്കിത് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഞാൻ അതിൽ നിന്ന് ഞാൻ കണ്ടതിൽ വെച്ച് കുറച്ചും കൂടി നല്ല ഓഫർ ഉള്ളത് അല്ലെങ്കിൽ നല്ല പ്രൈസ് ഉള്ളത് കുറച്ച് നല്ല റിവ്യൂ ഉള്ള ഒരു പാൻ എടുത്തുന്നേ ഉള്ളൂ, ആ ഒരു കമ്പനി എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേര് നമ്മൾ കുറച്ച് നല്ലപോലെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നല്ലതൊന്ന് കിട്ടും. ഇതിപ്പോ ആ ഒരു സമയത്ത് 3 പാൻസിനും കൂടി നല്ലൊരു ഓഫറിൽ കിട്ടി. 4000 to 5000 റേഞ്ച്. 4300 ആണോ 500 ആണോ എനിക്ക് ശരിക്കും ഉറപ്പില്ല, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാത്തത് കേട്ടോ. ഒരു 4000 പ്ലസ് 5000 താഴെ, അതാണ് എനിക്ക് ഈ 3 പാൻസിനും കൂടി ഞാൻ പേ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്, ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ വാങ്ങിയതിന്റെ ഒരു ഇതങ്ങനെയാണ്. ഈച്ച് പാൻ നല്ല കുറച്ച് ഹെവിയാണ്. ഓരോ പാൻ തന്നെ 3-4 കിലോ വരുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ആരോഗ്യം വേണം ഇതൊന്നും എടുത്ത് പോക്കണമെങ്കിലൊക്കെ. അപ്പൊ കാസ്റ്റ് അയൺ പാൻസ് 2 ടൈപ്പ് ഉണ്ട്. നോൺ സീസൺഡ് ഉണ്ട്, പ്രീ സീസൺഡ് ഉണ്ട്. 2 ടൈപ്പ് കാസ്റ്റ് അയൺ പാൻസ് ഉണ്ട്. അതില് നോൺ സീസൺഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീസൺ ചെയ്യാത്ത അല്ലെങ്കിൽ മയക്കാത്ത നോർമൽ ആയിട്ട് വരുന്ന ഉണ്ടാക്കിയ പാട് നമുക്ക് തരുന്നത്. അത് കുറച്ച് റഫ് ആയിരിക്കും, നല്ല കോഴ്സ് ആയിരിക്കും അതിന്റെ ഒരു സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളത് ഒന്ന് മയക്കിയെടുക്കണം. നമ്മൾ മൺചട്ടിയൊക്കെ മയക്കിയെടുക്കില്ല, നമ്മളിപ്പോൾ വാങ്ങിയ പാട് നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ മൺചട്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതേമാതിരി നമ്മളൊന്ന് തീയിലൊക്കെ ഇട്ട് കനലിലൊക്കെ ഇടുമല്ലോ. അതേപോലെ തന്നെ നമുക്ക് കാസ്റ്റ് അയണിനും നമുക്ക് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. ലൈക്ക് നമുക്ക് സീസൺ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കാസ്റ്റ് അയൺ പാൻസ്, നോൺ സീസൺ കാസ്റ്റ് അയൺ പാൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ പ്രീ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങുന്ന ആ ഒരു കമ്പനിക്കാർ കുറച്ചൊരു നമ്മൾ ഒന്ന് പ്രീ സീസൺ ചെയ്യും. ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് അവർ ചെയ്തു തരും. നമുക്ക് റൈറ്റ് അവേ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോൺ സ്റ്റിക് പാൻസും നമ്മൾ ബാക്കിയുള്ള പാൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വാങ്ങിയ പാടിൽ നമുക്ക് ഈ ഒരു പ്രീ സീസൺ കാസ്റ്റ് അയൺ പാൻസ് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ സീസണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു, പ്രീ സീസൺ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സീസണിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്, അതിനുശേഷമാണ് വരുന്നത്. നോൺ സീസൺഡ് പോലെയല്ല എന്നുള്ളത്. അപ്പൊ പ്രീ സീസൺഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നോൺ സീസൺഡ് പോലെയല്ല, കുറച്ചൊന്ന് സ്മൂത്ത് ആയിരിക്കും. പക്ഷെ അത്ര ഭയങ്കരമായിട്ടൊരു സ്മൂത്ത്നെസ് ഒന്നും ഉണ്ടാവില്ല, ഒന്ന് സ്മൂത്ത് ആയിരിക്കും. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണം. പിന്നെ കാസ്റ്റ് അയണിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്നതോറും കേട് വരുന്നില്ല, നന്നാവുന്നേ ഉള്ളൂ. യൂസ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു നോൺ സ്റ്റിക്
സർഫസ് വരുവായിരുന്നു. നോൺ സ്റ്റിക്ക് ആയിരിക്കും, പിന്നെ ഒട്ടിപ്പിടിക്കില്ല, ഭയങ്കര സുഖമായിരിക്കും യൂസ് ചെയ്യാൻ. കാസ്റ്റ് അയൺ പാൻസ് ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നവർ ഫുൾ പറയുന്ന ഒരു കാര്യമാണ്, അത് ഭയങ്കര സുഖമാണ്. കാസ്റ്റ് അയൺ പാൻസ് യൂസ് ചെയ്ത് വരുമ്പം ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിങ്ങും ആണ്. നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ കേടുവരിക വരവീഴി അങ്ങനെയൊന്നുമില്ല. കുറച്ചൊരു മെയിൻ്റനൻസ്, കുറച്ചൊരു പുന്നാരിക്കൽ ആവശ്യമുണ്ട്, എന്നാലും ഭയങ്കര നല്ലതാണ്. അപ്പം മെയിൻ്റനൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ് കാര്യങ്ങളൊക്കെ, എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പാൻസ് ഇവിടെ എത്തിയപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രീ സീസൺഡ് ആയിരുന്നു, പക്ഷെ എനിക്ക് ഒന്നും കൂടി സീസൺ ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് സീസൺ ചെയ്യാം, കാരണം ഒട്ടിപ്പിടിക്കണ്ട, ഇനി അങ്ങനത്തെ ഒരു ഇതൊന്നും വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ഒരു 1-2 ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓയിലൊക്കെ തടവി ഉപ്പൊക്കെ ഇട്ട്, കല്ലുപ്പാണ് നല്ലതെന്നൊക്കെ പറയും, ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ അയൺ പാൻസ് സീസൺ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് ഇത് സീസൺ ചെയ്തത് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദോശത്തവ എന്ന് പറഞ്ഞാൽ ദോശ ചൂടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു സീസണിങ്ങിന്റെ കുറവ് കൊണ്ട് തന്നെയാണല്ലോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കഴുകിയൊക്കെ വെക്കുമ്പം ജസ്റ്റ് എണ്ണയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ കുറച്ച് മിസ്റ്റേക്സ് കാരണം, നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് കാരണം സൈഡിലൊക്കെ ഇങ്ങനെ തുരുമ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ പിന്നെയും കുറച്ചും കൂടി എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കുറച്ചും കൂടിയൊക്കെ പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, സീസൺ ചെയ്തു. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്റ്റവ് ടോപ്പ് മെത്തേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്, അവൻ മെത്തേഡും ഇവിടെ കാണിക്കുന്നുണ്ട്, സീസൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം എന്റെ ദോശത്തവ ഇപ്പൊ ഭയങ്കര നല്ലതാണ്, നല്ല ഉഷാറായിട്ട് ദോശയൊക്കെ ചുടാൻ പറ്റുന്നുണ്ട്, സ്റ്റിക്കി ഒന്നും ആവുന്നില്ല, നല്ല ഉഷാറായിട്ട് ചുടാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ സ്റ്റവ് മെത്തേഡും ഓവൻ മെത്തേഡും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നോർമൽ അയൺ കടായിയാണ് എടുത്തിട്ടുള്ളത് സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കാസ്റ്റ് അയൺ അല്ല, കാസ്റ്റ് അയണും ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ഇതെടുത്ത് കാണിച്ചു വരാനുള്ള കാരണം ഇത് ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ സൈഡിലൊക്കെ തുരുമ്പ് പിടിച്ച പോലെയൊക്കെ കണ്ടോ. അപ്പോൾ ഇതൊന്ന് സീസൺ ചെയ്തെടുക്കാം, നമുക്ക് റീയൂസ് ചെയ്യാം. നമ്മളുടെ ഒരുപാട് പേരുടെ വീട്ടിലുണ്ടാവും ഇങ്ങനെ ഒരുപാട് തുരുമ്പ് പിടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന പാത്രങ്ങൾ. അപ്പോൾ അത് റീയൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ അയൺ പാത്രങ്ങൾ. അപ്പോൾ കാസ്റ്റ് അയണും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അപ്പം എന്ത് സീസൺ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് നല്ലപോലെ ഒന്ന് കുറച്ചൊരു സോപ്പ് വെള്ളത്തിൽ നമുക്ക് നല്ലപോലെ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകുമ്പോൾ സ്പോഞ്ചിൻ്റെ ആ ഒരു റഫ് സൈഡ് ഉപയോഗിച്ച് നല്ലപോലെ ഉരച്ച് കളയുക. എന്തെങ്കിലും റസ്റ്റോ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഉരച്ച് കഴുകുക കേട്ടോ. ഇനി ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് അവൻ മെത്തേഡ് കാണിച്ചു തരാം, അവനിൽ എങ്ങനെയാണ് സീസൺ ചെയ്യണത് എന്നുള്ളത്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് അവനിൽ സീസൺ ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് എൻ്റെത് ഇലക്ട്രിക് ഒരു അടുപ്പായതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ കഴുകി അത് ആ വെള്ളമൊക്കെ എക്സ്ട്രാ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് ചട്ടി ഒന്ന് നല്ല നേരിതാക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഈ ഓയിലൊന്ന് ആക്കി കൊടുക്കുക. കണ്ടോ ഇതേപോലെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ചെയ്യണം കേട്ടോ. നേരിതാക്കിയിട്ട് ചൂടാക്കിയിട്ടുള്ളൂ ചട്ടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ചൂടാക്കിയിട്ട് എക്സസ് ഓയിൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കിച്ചൺ ടവലോ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ആ ഒരു എക്സസ് ഓയിലും കൂടി തുടച്ചെടുക്കുക. ഫുള്ളായിട്ട് തുടച്ചെടുക്കരുത്, കുറച്ചൊരു ഓയിൽ വേണം. ഓക്കെ, ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചട്ടി ചൂടാക്കി അതിങ്ങനെ പുകഞ്ഞ് വരണം. ചട്ടി നല്ലപോലെ പുകഞ്ഞ് തന്നെ വരണം, നല്ലോണം ഒന്ന് പുകയട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഈ പുകയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഒരു ഹീറ്റിംഗ് പോയിന്റ്, ആ ഒരു അയൺ നല്ലപോലെ ആ ഫുള്ളായിട്ടുള്ള അയൺ കടായി അല്ലെങ്കിൽ അയൺ പാത്രം നല്ലപോലെ ഹീറ്റായിട്ട് ആ ഒരു ഓയിൽ നല്ലപോലെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ആവും. ആ ഒരു ചട്ടിയിൽ നല്ലപോലെ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്കില്ലറ്റും കൂടി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതും നമുക്ക് അവനിൽ വെച്ചിട്ട് നമുക്കൊന്ന് സീസൺ ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ ദോശത്തവ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, എന്നാലും ഒന്നും കൂടി സീസൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചട്ടിയിൽ ചെയ്ത പോലെ തന്നെ ചട്ടി നല്ലപോലെ കഴുകി ഒന്ന് തുടച്ച് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് നേരിതാക്കി ചൂടാക്കി എണ്ണ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണ്. എക്സസ് ഓയിലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് പുകച്ചെടുക്കണം. അപ്പം നമ്മൾ അവനിൽ നമ്മൾ സീസൺ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു കുക്ക് ചെയ്യുന്ന അടിഭാഗം മാത്രം കണ്ടോ ഈ ചട്ടീൻ്റെ, അത് നല്ല ബ്ലാക്കാണ്, സൈഡിൽ മൊത്തം ഒരു ബ്രൗണിഷ് കളറാണ്. അപ്പം ഈ അവനിൽ നമ്മൾ സീസൺ ചെയ്തെടുക്കുമ്പോൾ ഈ ചട്ടി മൊത്തമായിട്ട് ബ്ലാക്ക് ആവും. അപ്പം എൻ്റെത് ഇലക്ട്രിക് സ്റ്റവ് ആയതുകൊണ്ടാണ്
ആവാം അങ്ങനെ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റവിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിനി അവനിലേക്ക് വെക്കുകയാണ്, ഈ ചൂടോടെ തന്നെ വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ അവന് നല്ല ഏറ്റവും മാക്സിമം ഹീറ്റിൽ നല്ലപോലെ പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ചട്ടികൾ നമ്മളിങ്ങനെ കമഴ്ത്തിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളുടെ ചട്ടി ചൂടോടെ തന്നെ, നമ്മൾ ആ ഒരു പുകച്ച ചൂടോടെ തന്നെയാണ് നമ്മൾ ചട്ടികൾ വെച്ചിട്ട് ഇത് 1 മണിക്കൂർ നമ്മൾ ഈ ചട്ടി ഹൈ ഫ്ലെയിമിൽ ഓവനിൽ ഓൺ ആക്കിയിട്ട് വെക്കണം. 1 മണിക്കൂർ കറക്റ്റ് വെക്കണം. ചട്ടി ഹൈ ഫ്ലെയിം തന്നെ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. എന്നിട്ട് നമുക്കത് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് ആ ഒരു അവൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് അത് തണുക്കട്ടെ, എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന സ്റ്റഫ് ടോപ്പ് മെത്തേഡാണ്. ഞാൻ ഈ കടായിയാണ് സ്റ്റഫ് ടോപ്പ് മെത്തേഡിൽ ഞാൻ ഇന്ന് സീസൺ ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ എൻ്റെ അടുപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രിക് ആണ്. പിന്നെ ഞാൻ ഈ കടായി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ ഇലക്ട്രിക് അടുപ്പിൽ ശരിക്കും നിൽക്കില്ല, അതുകൊണ്ട് ചൂട് ഈവനിൽ ഡിസ്ട്രിബ്യൂട്ട് ആവാത്തത് കൊണ്ടാണോ എന്നറിയില്ല. നമ്മൾ അവനിൽ ചെയ്ത അത്ര ഒരു പെർഫെക്ഷൻ എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. മറ്റേ ഈ ഒരു കളറ് അങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഒന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഗ്യാസ് സ്റ്റവിലാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഈ ചട്ടിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ കടായി നല്ലപോലെ കഴുകി നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റഫ് ടോപ്പ് മെത്തേഡിൽ നമ്മൾ ആദ്യം ചട്ടി നല്ലപോലെ ചൂടാക്കി പുകച്ച് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചട്ടിൻ്റെ ഹാൻഡിലും എല്ലാ ഭാഗവും ഒരുപോലെ ചൂടാവണം കേട്ടോ. എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇലക്ട്രിക് അവനിൽ ചൂട്, ഈ ചീനച്ചട്ടി ഇങ്ങനത്തെ അടി കുഴിഞ്ഞ ചട്ടികളൊക്കെ ചൂടാവാൻ കുറച്ച് സമയം എടുക്കും. കുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്, അതിങ്ങനെ ഷേക്കായിട്ട് കളിക്കും, ഒന്ന് പ്രോപ്പറായിട്ട് നിൽക്കില്ല. എന്നിട്ട് നല്ലപോലെ പുകഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓയിൽ വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കുന്നത്, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിക്കുക, നല്ലവണ്ണം ശ്രദ്ധിക്കണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ബ്രഷ് ഇല്ല, അത് വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ ടിഷ്യൂ വെച്ച് തുടച്ചാലും മതി. ഞാൻ ഫുള്ളായിട്ട് ടിഷ്യൂ വെച്ച് തുടച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അവസാനം എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നുകൂടി തുടച്ച് കളയാം കേട്ടോ. അപ്പം എല്ലാ ഭാഗത്തേക്കും, ബാക്കിലും സൈഡിലും എല്ലാ ഭാഗത്തേക്കും ഹാൻഡിലും ഒക്കെ തേച്ച് കൊടുക്കണേ. ഫുള്ളായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ടിഷ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മടക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ ടിഷ്യൂ കിച്ചൺ ടവലോ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. ഗ്ലേസിങ് പോവരുത്, ആ ഗ്ലേസിങ് അങ്ങനെ തന്നെ വേണം. ഫുള്ളായിട്ട് എണ്ണ തുടച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചട്ടി നമ്മുടെ സ്റ്റവിൻ്റെ മേലേക്ക് തന്നെ വെക്കാം. എന്നിട്ട് ഒരു 10-20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഈ ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മളുടെ ആ ഒരു ഓയിൽ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി അല്ലെങ്കിൽ ചട്ടിയായിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആവുന്നവരെ നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കാം. മാക്സിമം 20 മിനിറ്റ്, മിനിമം 10 മിനിറ്റോളം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റവ് ടോപ്പ് സീസണിങ് മെത്തേഡ്. അപ്പം എൻ്റെ ഒരു കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് സ്റ്റവ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കടായിയാണ് സീസൺ ചെയ്തത്. പക്ഷേ എന്നാലും കണ്ടോ, സീസൺ ചെയ്ത് തണുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണിത്. നല്ലപോലെ നല്ലൊരു കോട്ടിങ് പോലെ, നല്ലൊരു ഓയിൽ, നല്ല ഗ്ലോസി കോട്ടിങ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. പിന്നെ അവനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, എൻ്റെ ചട്ടി ഒരു ബ്രൗണിഷ് കളറാണ് കടായി വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സ്കില്ലറ്റ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഹാൻഡിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അവിടെ കണ്ടോ ഓയിൽ കുറഞ്ഞത് കൊണ്ട് അവിടെ ഒരു കളർ ചേഞ്ച് കാണാനുണ്ട്. അവിടെ നമ്മൾ ഓയിൽ തേച്ചത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവനിൽ ഒരേ ചൂട്, പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ ചൂട് എത്തുന്നത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഡാർക്കിഷ് ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ അയോൺ കടായി കണ്ടോ, നമ്മുടെ നോർമൽ കാസ്റ്റ് അയോൺ ഒന്നും അല്ല, സാധാ അയോൺ കടായിയാണ്. അതും നല്ലപോലെ ഒരു ഗ്ലോസി ആയിട്ട് നല്ലപോലെ സീസൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് സ്റ്റവ് അല്ലെങ്കിൽ ഗ്ലാസ് ടോപ്പ് സ്റ്റവ് യൂസ് ചെയ്യുന്നവർ സീസൺ ചെയ്യുമ്പം അവൻ യൂസ് ചെയ്യാം. ഗ്യാസ് സ്റ്റവ് ആകുമ്പോൾ പിന്നെ ആ ഒരു ചൂട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സീസണിങ് കാസ്റ്റ് അയോൺ പാൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ സീസൺ ചെയ്യുമ്പം നമ്മൾ ഓവനിൽ വെക്കുകയാണെങ്കിലും നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെക്കുകയാണെങ്കിലും നമ്മൾ ഇത് സീസൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മളുടെ കാസ്റ്റ് അയോണിന്റെ മേലെ നല്ലൊരു തിക്ക് ലെയർ പോലെ നല്ല സ്റ്റിക്കി ആയിട്ട് ഓയിൽ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ സ്റ്റവും നമ്മളുടെ പാനും ഒരുപോലെ ചൂടായിട്ടില്ല, നല്ലപോലെ ചൂടായിട്ടില്ല എന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, നല്ലപോലെ ചൂടാവണം പാൻ സീസൺ ചെയ്യുമ്പം. നല്ലപോലെ നല്ല റെഡ് ഹോട്ട് അങ്ങനെ ആവണം പാൻ, അപ്പോഴേ അത് ശരിയാവുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
അപ്പൊ നമ്മളുടെ ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ പാൻസ് കഴിഞ്ഞു, മറ്റേ സീസണിങ് കാസ്റ്റ് അയൺ പാൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ വരാൻ പോകുന്നത് കുക്കിംഗ് കാസ്റ്റ് അയൺ പാൻസിലാണ്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ കാസ്റ്റ് അയൺ പാൻസിൽ കുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ ഫുഡ് അതിലേക്ക് ഇടാൻ പാടുള്ളൂ. പ്രീഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാസ്റ്റ് അയൺ പാൻസ് നന്നായിട്ടൊന്ന് ചൂടാവണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. അതൊരു 4-5 മിനിറ്റ് എടുക്കും. അന്നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കാസ്റ്റ് അയൺ പാൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളുടെ കൈ നമ്മളുടെ കാസ്റ്റ് അയൺ പാൻ്റെ നേരെ മേലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹീറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ, കാസ്റ്റ് അയൺ പാൻസിൽ അപ്പം ഇട്ട് കൊടുക്കുക. ഈ കാസ്റ്റ് അയൺ പാൻസിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും പൊരിച്ചെടുക്കുക അല്ലെങ്കിൽ നല്ലൊരു കാരമലൈസ് ടെക്സ്ചർ വരും നമ്മളുടെ ഫുഡിൽ, അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് സീലായിട്ട് വരും. നമ്മുടെ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കാസ്റ്റ് അയൺ പാൻസ് ആണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ലപോലെ ഇങ്ങനെ നല്ലൊരു ക്രസ്റ്റ് ഫോം ചെയ്യും, നല്ല ക്രഞ്ചി ക്രസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും. കുക്ക് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും സ്റ്റവ് ടോപ്പിൽ കുക്ക് ചെയ്തിട്ട് നമുക്കത് നേരെ നമ്മളുടെ മറ്റേ അവനിൽ അത് ഫിനിഷ് ചെയ്യുകയും ചെയ്യാം. അവൻ ഫ്രണ്ട്ലിയും ആണ് കാസ്റ്റ് അയൺ പാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്നും അവനിലേക്ക് കയറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് കാസ്റ്റ് അയൺ പാൻസിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും അവനിൽ. പിന്നെ നന്നായിട്ട് നല്ലൊരു കണ്ടക്ടറാണ്, നമ്മുടെ ചൂട് നന്നായിട്ട് നിൽക്കും. അപ്പം നമുക്ക് എപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അണ്ടിൽ ഇതൊരു സ്റ്റേക്ക് പോലത്തെ ഒരു കാരമലൈസ്ഡ് ആക്കിയത് അല്ലെങ്കിൽ നല്ലപോലെ ചെയ്തെടുക്കേണ്ട സംഭവമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ പറയാറുണ്ട്, നമ്മൾ സിട്രിക് ആയിട്ടുള്ള നമ്മുടെ അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാസ്റ്റ് അയൺ പാനിൽ കുക്ക് ചെയ്യാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ കുറെ വായിച്ചപ്പോഴും അതൊക്കെ ഒരു മിത്താണെന്നാണ് പറയുന്നത്, അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കാസ്റ്റ് അയൺ പാനിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ്, തക്കാളി പോലത്തെയോ അല്ലെങ്കിൽ നമ്മൾ ഡയറി പോലത്തെ എന്തെങ്കിലുമൊക്കെ തൈരൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാസ്റ്റ് അയൺ പാനിൽ അത് മാറ്റണം. നമ്മൾ പിന്നെ ക്ലീനിങ്ങിനൊക്കെ അത് കാസ്റ്റ് അയൺ പാനിൽ ക്ലീനിങ്ങിനൊക്കെ അത് ഭയങ്കരമായിട്ട് എളുപ്പമാവും. അപ്പൊ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം, ആ ഒരു ഡിഷ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ നമ്മുടെ കാസ്റ്റ് അയൺ പാൻസിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് അടി പിടിക്കുകയാണ്, ഇങ്ങനെ ഇളകി വരാണ്ട് നല്ലപോലെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മുടെ നല്ല തണുത്ത പാനിലേക്ക് നല്ല തണുത്ത ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. പിന്നീട് ചൂടാക്കാൻ വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രീഹീറ്റ് ചെയ്തിട്ട് അത് എപ്പോഴും നമ്മുടെ പാൻ പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തണുത്ത ഫുഡ് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കടക്കാം. കാസ്റ്റ് അയൺ പാൻ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ കാസ്റ്റ് അയൺ പാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെച്ച് ഫുള്ളായിട്ട് തണുത്തിട്ട് നമ്മളത് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. ഭയങ്കര ഹാർഡാവും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് പറ്റിപ്പിടിക്കും, നമ്മുടെ ഫുഡൊക്കെ അവിടെ പറ്റിപ്പിടിച്ച് കിടന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഭയങ്കര ചൂടാവുമ്പോഴും നമ്മൾ അതിലേക്ക് കൊണ്ടുപോയി തണുത്ത വെള്ളം ഒഴിക്കരുത്. കാരണം എന്താ വെച്ചാൽ ക്രാക്ക് വീഴും. ആ ഒരു കാസ്റ്റ് അയൺ പാനിൽ ചൂട് പാനിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ പൊട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതും ചെയ്യരുത്. ചൂടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആറി ഒരു വാം അല്ലെങ്കിൽ ഒരു ഇളം ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ കാസ്റ്റ് അയൺ പാൻ എടുത്തിട്ട് കഴുകാം. ഹാൻഡിലൊക്കെ ചൂടുണ്ടാകും, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴുകുമ്പോൾ ഒന്നെങ്കിൽ കാസ്റ്റ് അയൺ പാൻസിന്റെ ഹാൻഡിൽസ് വാങ്ങുക, സിലിക്കോണിന്റെ ഹാൻഡിൽസ് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ വല്ല കിച്ചൺ ടവലും വെച്ചിട്ട് പിടിച്ചിട്ട് വേണം നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലുള്ള ആ ഒരു പറ്റി പിടിച്ച് കിടക്കുന്ന ഫുഡൊക്കെ നമുക്ക് കളയാൻ വേണ്ടി നമുക്ക് സിലിക്കോൺ സ്ക്രബ്ബറൊക്കെ കിട്ടുന്നുണ്ട് കാസ്റ്റ് അയണിന്റെ. ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മുടെ മരത്തിന്റെ സ്പൂണില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രേപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലപോലെ നമ്മളുടെ സ്പഞ്ചിട്ട് നമ്മുടെ കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗമില്ലേ, പച്ച കളർ ഭാഗം, അത് വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇളം ചൂടുവെള്ളത്തിലാണ് കഴുകുക. അപ്പൊ നമ്മുടെ ഇപ്പം ഇവിടെ ഖത്തറിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണ്. അപ്പൊ നമ്മുടെ പൈപ്പിൽ തന്നെ വെള്ളത്തിന് നല്ല ചൂടുണ്ടാവും. അപ്പൊ ആ ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകിയെടുത്താൽ മതി. സോപ്പ് എപ്പോഴും ഉപയോഗിക്കാറില്ല. കാസ്റ്റ് അയൺ പാൻ ഫസ്റ്റ് വാങ്ങുമ്പോൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഉപ്പാണ് ഉപയോഗിക്കുക. പിന്നെ ഇനി സോപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മണക്കുന്നുണ്ട് സോപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു തുള്ളി സോപ്പ് എടുത്തിട്ട് കുറേ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ സ്പഞ്ചിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നല്ലപോലെ ഉരച്ചൊരച്ച് കഴുകുക. നല്ലപോലെ കഴുകണം സോപ്പ് ഉപയോഗിക്കുമ്പോൾ. കാരണം അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു പോസ് ഉണ്ടാവും. അപ്പൊ അതിനുള്ളിലേക്ക് സോപ്പ് ഇറങ്ങിപ്പോയാൽ നെക്സ്റ്റ് ടൈം കുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് സോപ്പിന് പകരം ഉപ്പ്, അല്ലെങ്കിൽ സോപ്പ് ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വെള്ളം തുടച്ചെടുത്തിട്ട് അപ്പൊ തന്നെ നമ്മൾ സ്റ്റവിന്റെ മേലേക്ക് വെക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും, ഈ പാനിന്റെ ഫുൾ ഭാഗത്ത്, ഹാൻഡിലും ബാക്കും ഉള്ളിലും ഒക്കെ നല്ലപോലെ പരട്ടി. എക്സസ് ഓയിൽ പാടില്ല, കുറേ ഓയിൽ പാടില്ല.
നല്ലപോലെ ഓയിൽ പരട്ടിയതിന് ശേഷം എക്സസ് ഓയിൽ ഉണ്ട്, നല്ലപോലെ പിന്നെയും ഓയിൽ കിടക്കുന്നുണ്ട്, സ്റ്റിക്ക് നല്ല തിക്കായിട്ടുള്ള ഓയിൽ കിടക്കുന്നുണ്ടെങ്കിൽ വേറൊരു ടിഷ്യൂ പേപ്പറോ കിച്ചൺ ക്ലോത്തോ എടുത്തിട്ട് ആ എക്സസ് ഓയിൽ കഴുകി തുടച്ച് കളഞ്ഞതിന് ശേഷം നല്ല ഹൈ ഹീറ്റിൽ നല്ലപോലെ പുക വരുന്ന പോലെ നല്ലപോലെ ഒന്ന് ചൂടാക്കുക. നല്ലപോലെ പുകഞ്ഞ് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് അവിടെ തന്നെ കിടന്നിട്ട് ഒന്ന് കൂൾ ഡൗൺ ചെയ്യട്ടെ. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം അത് ക്യാബിനറ്റിന്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ എടുത്ത് വെക്കുക. ഓയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് യൂസ് ചെയ്യാൻ നല്ലത് ഫ്ലാക്സീഡ് ഓയിലാണ്. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് യൂസ് ചെയ്യാനും, നമ്മളുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല അത്. അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് നമ്മളുടെ കനല ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ, നമ്മൾ ഏതാ ഏറ്റവും വെജിറ്റബിൾ ഓയിലൊക്കെ യൂസ് ചെയ്യില്ലേ, അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലാക്സീഡ് ഓയിൽ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത് പറയുന്നുണ്ട്. പിന്നെ കാസ്റ്റ് അയണിന്റെ ഡ്രൈ പോളിഷസും സീസണിങ് പോളിഷസും ഒക്കെ കിട്ടാനുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോസിലേ കണ്ടിട്ടുള്ളൂ. പുറത്തുള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങനെയും കിട്ടാനുണ്ട്. ഇതൊക്കെയാണ് കാസ്റ്റ് അയൺ പാൻസിന്റെ ക്ലീനിങ് ഭാഗം എന്ന് പറഞ്ഞാല്. ഇത്രയൊക്കെ ഇൻഫർമേഷനേ എനിക്ക് അറിയുള്ളൂ, ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് അറിയുള്ളൂ. ഇനിയും കൂടുതൽ അറിയാൻ പറ്റിയ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ഞാൻ ട്രൈ ചെയ്തിട്ട് കൂടുതൽ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നുന്ന ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ, ബൈ.